ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ പറഞ്ഞതുപോലെ മുറി പൂട്ടിയെടുത്ത് പോയപ്പോ നോവാത്തവർക്കൊന്നും മുറി തുറക്കുമ്പോഴും നോവണ്ട. ഇങ്ങോട്ട് മാറും. കുടുംബത്തിലെ മൂത്ത മോള് ഇവിടെ അച്ഛമ്മ ദിവസങ്ങളായിട്ട് തളർന്നു കിടക്കുന്നതൊന്നും കണ്ടില്ലേ? കണ്ടല്ലോ, അതിനെന്താ? കിടക്കുന്ന കിടപ്പിലാ അച്ഛമ്മയുടെ മലവും മൂത്രമൊക്കെ പോകുന്നത്. എടി, മനുഷ്യൻ വല്ലതും കഴിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണോ നീ ഇങ്ങനെയുള്ള വർത്താനമൊക്കെ പറയുന്നേ? കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുന്നുണ്ടല്ലേ? എവിടെയോ കിടന്ന മീനാക്ഷിയെ ഇപ്പോ അതൊക്കെ മാറ്റുന്നത്. അതെ, ഒരു വിഷമവും കാണിക്കാതെ മീനാക്ഷി അതൊക്കെ ചെയ്യുന്നതും അമ്മയെ നോക്കുന്നതും. അവൾക്ക് ഒരു പരാതിയില്ല. വലിയ കാര്യമായി പോയി. വർഷങ്ങളായിട്ട് അവളുടെ കെട്ടിയവൻ വിനുവേ ഇവിടെ കിടന്ന് തിന്നും കുടിച്ചും വളർന്നതിന്റെ കണക്കോ? വസന്തേ, അവള് പറയട്ടമ്മേ, നീ പറയടി. ആ വിനു ഇത്രയും നാളും പണിയൊന്നും ചെയ്യാതെ തിന്നും കുടിച്ചും ജീവിച്ചതിന്റെ കണക്കിലെ അതങ്ങ് കുറച്ചാ മതി. അവൻ ചുമട് ചുമക്കാനും കൂലിപ്പണിക്കും ഒക്കെ പോയി നയാ പൈസ സ്വന്തം ആവശ്യത്തിന് പോലും എടുക്കാതെ ഇവിടെ മാധവേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ളതും. ദേ നിൽക്കുന്നു ഇരട്ട പറ്റതിൽ ഒരെണ്ണം. ഇന്നുവരെ കാൽ കാശെങ്കിലും വീട്ടു ചെലവിനെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവൻ പറയട്ടെ. ഇപ്പൊ വസന്തയും പ്രകാശനും സംസാരിക്കുന്നതാ കുഴപ്പം. എടി, നിനക്ക് ഇവിടെ കിടന്ന് കടിപിടി കൂടാതെ ആ കുറുപ്പിന്റെ അരമനയിൽ എങ്ങനെ പോയി ജീവിച്ചാ പോലെടി. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആദ്യം ഇവിടുത്തെ പ്രശ്നം പൂട്ടിയിട്ടിരിക്കുന്ന മനോജിന്റെ മുറിയാ. ആ മുറി മനോജ് തുറന്നു തരുന്നുള്ള നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ലടി. നടത്തും. സുചിത്രയെടുത്തി ഇവിടെ ചുറ്റികയുണ്ടോ? ഉണ്ട്. ഒരെണ്ണം മുൻവശത്തെ ഷെഡിൽ കിടപ്പുണ്ട്. ശരിയാക്കി തരാം ഞാനിപ്പോ. നീ എന്തിനുള്ള പുറപ്പാടാ? മാറ്. വന്ദനെ, ആ നിക്ക് നിക്ക്. വന്ദനെ, നീ എന്ത് കാണിക്കാനാ പോണത്? മാറ്. ദേ, ആള് നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. മാറ്. നീ ഇപ്പൊ ഈ പൂട്ട് പൊളിക്കണ്ട. മോറുന്നുണ്ടോ? ഇല്ല, ഈ പൂട്ട് പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രകാശ, ഇവക്കാകെ ബാധിയാണ് നിൽക്കുവാണെന്നാ തോന്നുന്നത്. നിന്റെ തലമുണ്ട അടിച്ചു പൊളിക്കും അവള്. എന്താ ഇവിടെ? അതെ, മോള് കാട്ടിക്കൂട്ടുന്നൊന്നും അച്ഛനമ്മയും കാണുന്നില്ലല്ലോ. ഇത് കണ്ടവന്റെ വീടാ, അല്ലാതെ ഇവളെ കെട്ടിയവന് ഇഷ്ടദാനം കിട്ടിയൊന്നുമല്ല. മോള് എന്ത് ചെറ്റതരം കാണിച്ചാലും തന്ത എന്നാലേ സപ്പോർട്ട് ചെയ്യല്ലോ. വാടക വീട്ടിൽ കയറി വലിയ അധികാരം കാണിക്കാൻ നിന്നാലുണ്ടല്ലോ, അവര് വന്ന് അകത്ത് കിടക്കുന്ന പടുകളവി അടക്കം പിടിച്ച് പുറത്തെറിയും. മനോജ് ഈ മുറി പൂട്ടി പോയപ്പോ നിന്റെ ഈ രോഷമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അന്നെന്താ ഇത് സ്വന്തം വീടായിരുന്നോ? കണ്ടവന്റെ വാടക വീട്ടിൽ പൂട്ടിയിട്ടപ്പോ തോന്നാത്ത ഉത്തരവാദിത്വ ബോധം ഒന്നും എന്റെ മോന് ഇപ്പൊ തോന്നണ്ട. അച്ഛനും കൂടി ഇവള് കാണിക്കുന്ന തോന്നിവാസത്തിന് കൂട്ടി നിൽക്കരുത്. വസന്തേ, വസന്ത തന്നെയാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ വീട്ടിലെ മൂത്ത മോളാ. എനിക്കും ചില അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മ പഴയതൊക്കെ അങ്ങ് മറന്നുപോയോ?
ഇവരുടെ ജാതകദോഷം കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നവരല്ലേ നിങ്ങൾ? ഓ, ഈ മൂദേവി കുടിപ്പിച്ച കണ്ണുനീരിന് കയ്യും കണക്കുണ്ടോ? ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടതിന് ശേഷമാ സത്യം പറഞ്ഞ ഇവിടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നു തുടങ്ങിയത്. പിന്നെയും വലിഞ്ഞു കയറി വന്നിരിക്കും അവള്. എന്താ വന്നെ പ്രശ്നം? ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ആര് കേട്ടാലും വസന്ത പറയാനുള്ളത് പറയും. ഒരു കുറിപ്പിന്റെ മോനും എനിക്ക് പ്രശ്നമല്ല. നിർത്തടി. ഇനി നീ ഇവിടെ കിടന്ന് നാവിട്ട് അടിച്ചാലേ അടിച്ച് കരണം പൊളിക്കും ഞാൻ. അമ്മേ, അമ്മ ഇത് കണ്ടോ? മിണ്ടി പോകരുത്. ഇവിടെ ഒരു മുറിയുള്ളപ്പോ എന്റെ മോളും മരുമോനും കിടക്കേണ്ടത് വരാന്തയിലല്ല. അച്ഛൻ പറഞ്ഞതുപോലെ മുറി പൂട്ടിയെടുത്ത് പോയപ്പോ നോവാത്തവർക്കൊന്നും മുറി തുറക്കുമ്പോഴും നോവണ്ട. ഇങ്ങോട്ട് മാറ്. മോളെ, ജഗനെയും കൊണ്ട് അകത്തു പോ. വസന്തേച്ചി, ഭാര്യ വീട്ടിലെ സൗകര്യക്കുറവ് മാനിച്ച് സന്തോഷത്തോടെ തറയിൽ കിടന്നു വെച്ച് വസന്തേച്ചിയെ പോലെ തറയാവാൻ പറ്റില്ലല്ലോ. വാ. നാത്തൂന് എടാ പ്രകാശ, അവൻ പറഞ്ഞത് ദാ, അമ്മേ. അച്ഛ, അവൻ വിളിച്ച അച്ഛൻ കേട്ടില്ലേ? എന്നെ തറയുന്നു. എടീ, അയ്യോ, ഹലോ. ആ അല്ല, നിനക്ക് സുഖാണോ? ആ, സുഖായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, നിന്റെ മോൻ യുകെന്ന് വന്നോ? ഇല്ല, അവൻ അവിടെ തന്നെയാ. ആ പിന്നെ നിന്റെ നാത്തൂന്റെ വീട്ടിൽ നിന്നൊരു വിശേഷം കേട്ടു, അത് പറയാനാ വിളിച്ചേ. മാനത്തെ കൊട്ടാ